ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കിച്ചണിലെത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. നല്ല ഗ്ലാസ് ബോട്ടിലാണ്, കണ്ടില്ലേ? ഇതിൽ ഏറ്റവും കുഞ്ഞുണ്ടാപ്പിരി ഗ്ലാസ് ബോട്ടിൽ ഇതാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. ചില സാധനങ്ങൾ വാങ്ങിച്ചാൽ ഭയങ്കര ഇറുക്കമായിരിക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കറികളൊക്കെ ബാക്കി വരും, നമുക്ക് ചൂടോടെ തന്നെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം, അതായത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പല പല പാത്രങ്ങൾ വെക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽ, പക്ഷേ നമുക്ക് കുറച്ചൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം, അത് ശരിയാണ്. പിന്നെ സ്റ്റീൽ പാത്രങ്ങളും നമുക്ക് നല്ലതാണ്, പക്ഷേ ഇതുപോലത്തെ പാത്രങ്ങൾ നല്ല ഇറുകിയിരിക്കും കേട്ടോ. എയർ ടൈറ്റ് കണ്ടെയ്നറാണ് ഇതൊക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ എയറൊന്നും അകത്ത് കടന്ന് ഫുഡൊന്നും കേടാകാതിരിക്കും കേട്ടോ. ഇത് സെക്കൻഡ് ആണ് കേട്ടോ, രണ്ടാമത്തെ ഇതാണ്. മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണത്തിന് സെറ്റാണ് ഇതെന്ന് പറയുന്നത്. സെക്കൻഡാണ്, അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് എന്നാലും അങ്ങ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തലേന്ന് നേരെ തോർത്തിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് ഏറ്റവും വലുതാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊണ്ടൊക്കെ പോകാനായി വലിയ ആൾക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ടാൽ ശരിയാകത്തില്ല. വലിയ ആൾക്കാർക്ക്, നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഫുഡൊക്കെ നമുക്ക് പെട്ടെന്ന് ചൂടോടെ തന്നെ എടുത്ത് വയ്ക്കാം. പ്ലാസ്റ്റിക് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല എയർ ടൈറ്റായിട്ടിരിക്കും. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് ഭയങ്കര വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, എനിക്കിത് പാടായിരിക്കും ഉപയോഗിക്കാനെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ മൂന്നെണ്ണമാണ്, തട്ടാതെ പൊട്ടാതെ എടുക്കട്ടെ. ഈ മൂന്നെണ്ണം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും, ഫുഡൊക്കെ എടുക്കാൻ പറ്റും, സൂക്ഷിച്ച് നന്നായിട്ട് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, നമ്മൾ ഇതാണ് എന്തായാലും വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണം കുറച്ചും കൂടി നല്ല ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പൊട്ടുന്നതൊന്നും വേണ്ട എന്നാണെങ്കിൽ ഇതും നല്ലതാണ്. ഇത് നമുക്ക് ഉണ്ടാവും ഒരു കൈപ്പിടി പോലൊരു സംഭവമുണ്ട്, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെ ഫ്രൂട്ട്സോ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുകയോ ഈവൻ സ്നാക്സ് വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും, അത് പിടിച്ചിങ്ങ് എടുത്താൽ മതി. അപ്പം അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും കേട്ടോ. ഇത് 3 സെറ്റാണ് വരുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ, ഞാൻ എന്തായാലും ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് അടുത്തത്. നെക്സ്റ്റ് ഈ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇതൊരു ഭയങ്കര അടിപൊളി വലിയ ബാസ്ക്കറ്റാണ്. ഇതിൽ കണ്ടോ വീൽസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഇത് ഓപ്പൺ ആക്കാനും പറ്റും. ഇങ്ങനെ 2 ഹാൻഡിലാണുള്ളത്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, പെട്ടെന്ന് തുറക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര വലിയതാണ് കേട്ടോ, ബിഗ് സൈസാണ് കേട്ടോ. ഞാനിത് കുഞ്ഞെന്നാണ് വിചാരിച്ചത്, ഇത്രയും വലുതെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് തുണികൾ മടക്കി വെക്കാം, കുഞ്ഞുങ്ങളുടെ. ഇപ്പോൾ കുഞ്ഞ് ബേബീസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സൂക്ഷിച്ച് വെക്കേണ്ടത്, അവരുടെ ഡ്രസ്സൊക്കെ പൊടിയൊന്നും അടിക്കാതെ നീറ്റായിട്ടിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈവൻ നമ്മുടെ ഡ്രസ്സസ് ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ വെക്കാൻ കേട്ടോ, എല്ലാം മടക്കിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളുടെ ടോയ്സ് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രങ്ങളൊക്കെ പാറ്റയോ വലിയോ ഒന്നും ആകാതെ, ചില സ്ഥലത്തൊക്കെ പാറ്റയൊക്കെ കയറത്തില്ലേ, അങ്ങനെയൊന്നും ഇല്ലാതെ വേണമെങ്കിലും വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങളൊന്ന് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയിട്ട് അത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലൊന്നും പാറ്റ കയറാതെയൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു കണ്ടെയ്നറായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും ടോയ്സും എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയാണ്, വിലയും കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. നല്ല പ്ലാസ്റ്റിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്, അധികം പ്ലാസ്റ്റിക് വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജാറാണ്. ഇതും ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഇത് 3 സെറ്റ് വരുന്നതാണ് കേട്ടോ, 3 എണ്ണമാണ് വരുന്നത്. ഇത്രയും വലിപ്പമുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. എനിക്കിത് നല്ല ഇഷ്ടമായിട്ട് നിങ്ങളെ കാണിച്ചതിന് ശേഷം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നേ. ഇതാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൽ കണ്ടേ, ഇത്രയും വലിയ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിൻ്റെ കുഞ്ഞ് സൈസ് ഞാൻ 3 എണ്ണം വാങ്ങിച്ചു കേട്ടോ, 3 അല്ല 4 എണ്ണം വാങ്ങിച്ചു. നല്ലതായിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പിക്കിൾസൊക്കെ ഇട്ട് വയ്ക്കാം, തൈര്, പഞ്ചസാര, ഉപ്പ്,
സ്നാക്സൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് ഒക്കെ ഇല്ലേ അതിട്ട് വയ്ക്കാം. പൾസസ്, പയറ്, പരിപ്പ് അങ്ങനെയുള്ള കടല എന്ത് വേണമെങ്കിലും. ഇത് മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇത് നല്ലതാണ്. എനിക്കിതിൻ്റെ 4 ഉള്ളത് ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് പിക്കിൾസൊക്കെ ഇടാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതും ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊരു 4 വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേബിളിലോ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ എവിടെ വേണമെങ്കിലും വെക്കാം. സ്റ്റഡി ടേബിളിലോ നമ്മളെ ഫ്രണ്ട് ഏരിയയിലോ എവിടെ വേണമെങ്കിലും വെക്കാം. നല്ലതാണ് കേട്ടോ. അപ്പം ഇതും ഞാൻ ലിങ്ക് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും വാങ്ങിക്കൂ. അപ്പം ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. നെക്സ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കട്ടിംഗ് ബോർഡാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തി പരത്താം. ഞാൻ ഇന്ന് ചപ്പാത്തി പരത്തിയതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുന്നേ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് തെന്നി പോവും, ഒരെണ്ണം ആണെങ്കിൽ ഭയങ്കര കട്ടി. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ട് ഞാൻ പ്ലേറ്റ് കമത്തിയിട്ടാണ് പരത്തിക്കൊണ്ടിരുന്നത്. ഇത് വന്നതിന് ശേഷം ഞാനിതിൽ പരത്തി കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് പരത്താൻ പറ്റും. തെന്നിപ്പോയൊന്നുമില്ല. കട്ട് ചെയ്യാനും അടിപൊളിയാണ്. വെജിറ്റബിൾസൊക്കെ ഒത്തിരി നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഭയങ്കര ഹാൻഡ്ലിയാണ്. ഭയങ്കര വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ വാങ്ങും കേട്ടോ. ഇത് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. അതുവരെയ്ക്ക് ബൈ.